വളാഞ്ചേരിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ ലഹരിക്കടിമയായി മർദ്ദിക്കുകയും കാർ തകർക്കുകയും ചെയ്ത ഗുണ്ടാസംഘം പിടിയിൽ. കാപ്പ വിലക്ക് ലംഘിച്ച് നാട്ടിൽ പ്രവേശിച്ച വിനു മങ്കേരി അടക്കം 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വിനുവിനെതിരെ കാപ്പ വിലക്ക് ലംഘിച്ചതിന് കൂടുതൽ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് കുളമംഗലം സ്വദേശി യാസർ അറഫാത്തിനെ ലഹരി സംഘം തടഞ്ഞുവച്ച് മർദ്ദിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ കാറിന് മുന്നിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടതിന് ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ കാർ തടഞ്ഞ് മർദ്ദിക്കുകയും കല്ലുകൊണ്ടിടിച്ച് കാർ നശിപ്പിക്കുകയും താക്കോൽ ഊരിയെടുത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പ കേസ് പ്രതി കൂടിയായ ഇരുമ്പിളിയം മങ്കേരി സ്വദേശി വിനോദ് കുമാർ എന്ന വിനു മങ്കേരി, പുത്തനത്താണി സ്വദേശി കരീച്ചാലിൽ വീട്ടിൽ ഷബീറുദ്ദീൻ എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനുവിനെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാപ്പ ചുമത്തി നാട് കടത്തിയതായിരുന്നു. കാപ്പ വിലക്ക് ലംഘിച്ചതിന് വിനുവിനെതിരെ സുവോമോട്ടോ ആയി കേസെടുത്ത് കൂടുതൽ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയാണ് വളാഞ്ചേരി കുളമംഗലം സ്വദേശി യാസർ അറഫാത്ത് എന്ന ഭിന്നശേഷിക്കാരനായ യുവാവിന് ലഹരി ഗുണ്ടാ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. യാസർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയായിരുന്നു മർദ്ദനം. വളാഞ്ചേരി സ്വാഗത് ബാറിന് മുന്നിൽ വച്ച് കാറിന് മുന്നിൽ തടസ്സമായി റോഡിലൂടെ നടന്നത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. കാറിന് മുന്നിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ മാറാൻ തയ്യാറാകാതെ പ്രതികൾ ഭീഷണി മുഴക്കി. ഇതോടെ കാർ റിവേഴ്സ് എടുത്തു പോകാൻ ശ്രമിച്ചപ്പോൾ പ്രതികൾ കല്ലുകൊണ്ട് കാറിൽ ഇടിക്കുകയും ഡോർ തുറന്ന് താക്കോൽ ഊരിയെടുക്കുകയും ചെയ്തു. ഇതിനിടെ കല്ലുകൊണ്ട് യാസറിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ സമീപത്തെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് യാസറിനെ രക്ഷിച്ച് വീട്ടിലെത്തിച്ചത്. സംഭവം അറിഞ്ഞ് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. യാസറിന്റെ പരാതിയിൽ വളാഞ്ചേരി എസ്ഐ സുധീറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.